അവന്റെ ജീവിതത്തിൽ നാളെ ആഖിറത്തിലേക്ക് വലിയ മുതൽ കൂട്ടാക്കാൻ കഴിയുന്നത്. നമുക്കറിയാം, ഇന്നലെ ഈ പള്ളിയിൽ കോരിച്ചൊരിയുന്ന മഴയായിരുന്ന സന്ദർഭത്തിൽ വല്ലാത്ത ശക്തമായ മഴയുണ്ടാകുമ്പോൾ ആ മഴയെയും എല്ലാം തൃണവൽക്കരിച്ചുകൊണ്ട് ഒരു വലിയ നമ്മുടെ പള്ളിയിൽ ഒരുമിച്ച് കൂടുകയുണ്ടായി. നമ്മുടെ പള്ളിയിൽ ഒരുമിച്ച് കൂടി എന്ന് പറഞ്ഞാൽ നമ്മുടെ പള്ളിയുടെ ചരിത്രത്തിൽ അത്രയും ആളുകൾ ഒരുമിച്ച് കൂടാത്ത രീതിയിൽ എനിക്ക് തോന്നുന്നത് മഴ പെയ്തില്ലായിരുന്നു എങ്കിൽ ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ ആളുകൾ എന്ത് ചെയ്യുമായിരുന്നു? ആ അൻവർ സാദത്ത് എന്ന് പറയുന്ന ആ സഹോദരന്റെ മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടുമായിരുന്നു. ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടുമായിരുന്നു. നമുക്കറിയാം, മയ്യത്ത് ഈ ഫ്രണ്ടിലേക്ക് വെച്ചിട്ട് ഇമാമിന്റെ തൊട്ട് ചേർന്നുകൊണ്ട് അടുപ്പിച്ച് നിന്നിട്ട് പോലും ഈ പള്ളി മറച്ച് ആളുകൾ ഉണ്ടായിരുന്നു എങ്കിൽ അദ്ദേഹത്തിനോട് കാണുവാൻ വേണ്ടി നമുക്കറിയാം, അദ്ദേഹത്തിന്റെ ഭവനത്തിലേക്ക് ആ മയ്യത്ത് കൊണ്ടുവന്നപ്പോൾ ഒരുപാട് ആളുകൾ അവിടെ പങ്കെടുക്കുകയുണ്ടായി. 1ഉം 2ഉം പ്രാവശ്യമൊക്കെ യാസീനോദി അത് നിർത്തിവെച്ചിട്ട് സ്ത്രീകൾക്ക് കാണുവാനുള്ള അവസരം ഒരുക്കി കൊടുക്കുകയാണ്. ആ കുടുംബത്തിന് മയ്യത്ത് കാണാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തത്. ഞാൻ പറഞ്ഞത്, എന്തുകൊണ്ടായിരിക്കും ആ സഹോദരനെ ഇത്രയേറെ ആളുകൾ പ്രേമിച്ചതും ഇഷ്ടപ്പെട്ടതും? മക്കാരിമുൽ അഖ്ലാഖ്, അല്ലെങ്കിൽ ആളുകളോടുള്ള പെരുമാറ്റമായിരിക്കും. ആളുകളോട് പെരുമാറുമ്പോൾ അത് നിസ്കാരമുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാകാം, നോമ്പുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാകാം, പള്ളിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകാം. പക്ഷേ ആളുകളോടുള്ള പെരുമാറ്റമാണ് മരണപ്പെട്ട് കഴിയുമ്പോൾ ഒരു മനുഷ്യന്റെ മയ്യത്ത് നിസ്കരിക്കാൻ അവനെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി ആളുകൾ അടുപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ, ഒരു മുസ്ലിം എന്ന രീതിയിൽ ഇല്ലേ? നമുക്കറിയാം, ഞാൻ ഇന്നലെയും പറഞ്ഞല്ലോ, ഗൾഫിലൊരു സഹോദരി അദ്ദേഹത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു? ഭക്ഷണം കൊടുക്കുന്നു, ആളുകൾക്ക് വെള്ളം കൊടുക്കുന്നു, കണ്ണീരോടുകൂടെ. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ കൊടുക്കാൻ കഴിയുന്നത്? ാണോ എന്റെ മകനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് കൊടുക്കുന്നതെങ്കിൽ ആ പെരുമാറ്റമാണ് അതിലേക്ക് എത്തിക്കുന്നത്. 1, 2, 3 പ്രാവശ്യം മാത്രമേ ഞാൻ ആ സഹോദരനെ കണ്ടുപോയിട്ടുള്ളൂ എങ്കിലും അദ്ദേഹത്തിന്റെ ആ പെരുമാറ്റവും നമ്മളോടുള്ള അടുപ്പവുമാണ് നമ്മളെ അദ്ദേഹത്തിലേക്ക് കൂടുതൽ ആകർഷിക്കുന്ന സംഗതി. അതുകൊണ്ട് ഒരു മനുഷ്യൻ മരിക്കാൻ വെടിക്കിടക്കുമ്പോൾ മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, മിൻ ഹയാതിക ലിമൗതിക, നിന്റെ ജീവിതത്തിൽ നിന്ന് നിന്റെ മരണത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ കരുതി വെക്കാൻ നീ തയ്യാറാകണം. ആ കരുതി വെക്കുന്നതിൽ ഏറ്റവും വലുത് ആളുകളോട്